എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് വരികളാണ് പഠിച്ചിട്ടുള്ളത്. അത് കൂട്ടുകാരെല്ലാം വായിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം വായിക്കാനുള്ള അവസരം കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് അവധിയുള്ള ദിവസമാണല്ലോ, മുഹറത്തിൻ്റെ അവധിയും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കൂട്ടുകാരെല്ലാം നന്നായിട്ട് വായിക്കുന്ന ഒരു ശീലം വളർത്തി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തുടർന്ന് വരുന്ന വരികളെ കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ലൈൻസ് ആണെന്ന് ഞാൻ എടുത്തു പറയുകയും ചെയ്ത ഭാഗമാണ്. അതായത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചല എന്ന് തുടങ്ങുന്ന വരികൾ. അതിനുശേഷം വരുന്ന വരികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപഗ്രഥനം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാവരും നന്നായിട്ട് വായന എന്ന ഒരു ശീലം വളർത്തുക. ബാക്കി ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട വരികളാണ്. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ്. അല്ലെങ്കിൽ ആശയഭംഗിയോ അല്ലെങ്കിൽ ചമൽക്കാര ഭംഗിയോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ വരികളെ കുറിച്ച് നമുക്ക് നോക്കാം. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഞാനിങ്ങനെ എടുത്തു വായിക്കുന്നതിന് കാരണം കുട്ടികൾക്ക് ശരിക്ക് ഇത് വായിക്കുമ്പോൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ട് വരരുത്. അതാണ് ഒരു പ്രാവശ്യം കൂടി എടുത്തു വായിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ആശയം നോക്കാം. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം. ചക്ഷുശ്രവണൻ പാമ്പാണ്. ചക്ഷുസ് എന്ന വാക്കിന് കണ്ണെന്നാണ് അർത്ഥം. അപ്പോൾ കണ്ണുകൊണ്ട് കേൾക്കുന്നത് ആരാണ്? പാമ്പാണ് അല്ലെ? നിങ്ങൾ പാമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാമ്പ് കാണുമ്പോൾ എല്ലാവർക്കും ഭയം ആണ്. എങ്കിലും പാമ്പിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാമ്പിന് ചെവിയില്ല അല്ലേ? ചെവി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ചെവിയില്ല. അപ്പോ പാമ്പ് കണ്ണുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പോ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ചക്ഷുശ്രവണൻ എന്ന വാക്കിന് പാമ്പെന്നാണ് അർത്ഥം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അപ്പോ എന്താണ്? പാമ്പിന്റെ തൊണ്ടയ്ക്കുള്ളിൽ ഇരിക്കുന്ന തവള, അതായത് കഴുത്ത് എന്നാണ് ഗളം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ പാമ്പിന്റെ ആഹാരമാണ് തവള എന്ന് പറയുന്നത്. പാമ്പ് കഴിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭോജനമാണ് തവള എന്ന് പറയുന്നത്. അപ്പോൾ തവള പാമ്പിന്റെ വായ്ക്കുള്ളിൽ ഇരിക്കുകയാണ് അവിടെ. എന്നിട്ട് എന്താണ്? അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് അപേക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണിത്? തവളയുടെ മരണം സുനിശ്ചിതമാണ്. എന്നിട്ട് പോലും തവള അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തിന് യാചിക്കുകയാണ് അല്ലെ? ഒരു പാമ്പിന്റെ തൊണ്ടയ്ക്കുള്ളിലൊക്കെ ആയിപ്പോയ തവളയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പോൾ ഇവിടെ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന വാക്ക് വന്നാണ്ടോ? കഴിഞ്ഞ ഒരു 4 ലൈൻസ് വായിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞായിരുന്നു പോലെ ഉപമവാചകം. ഉപമ ആണ് ഇവിടെ വരുന്ന അലങ്കാരം. എന്നിട്ട് എന്താ? കാലാഹിന പരിഗ്രസ്തമാ ലോകവും. കാലാഹി എന്ന വാക്കിന് കാലമാകുന്ന പാമ്പെന്നാണ് അർത്ഥം. കാലാഹിന പരിഗ്രസ്തമാ ലോകവും. പരിഗ്രസ്തം എന്നാൽ മെഴുങ്ങിയ എന്നാണ്, മെഴുങ്ങപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട മനുഷ്യർ, കാലമാകുന്ന പാമ്പ്. അപ്പൊ പാമ്പ് എങ്ങനെയാണ്? ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാലവും അങ്ങനെയാണല്ലോ, ഇഴഞ്ഞിഴഞ്ഞാണല്ലോ പോകുന്നത്. ഒറ്റയടിക്ക് ഇങ്ങ് വന്ന് കയറുകയല്ലല്ലോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് കാലമാകുന്ന പാമ്പിന്റെ വായ്ക്കുള്ളിലാകപ്പെട്ട ഈ മനുഷ്യലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അപ്പൊ ഈ ചഞ്ചലമായിട്ടുള്ള ഭോഗങ്ങൾ, സുഖങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പൊ ലക്ഷ്മണനോട് ശ്രീരാമൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഈ ലോകം, എന്താണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങള്, എങ്ങനെയുള്ളതാണ് ഈ ലോകം എന്നൊക്കെയുള്ള കാര്യങ്ങള് ലക്ഷ്മണന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മുകളിലുള്ള വരികളെ കുറിച്ചുള്ള ആശയങ്ങളൊക്കെ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോ ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എന്നിട്ടോ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ശരിക്കും പറഞ്ഞ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ് കാണുന്നത് അല്ലെ? അതാണ് ഈ 4 ലൈൻസിലൂടെ, ഈ 4 വരികളിലൂടെ അർത്ഥം വിശദമാക്കിയിരിക്കുന്നത്. മനുഷ്യൻ മരണം സുനിശ്ചിതമാണ് എന്ന് അറിയാം, എങ്കിൽ പോലും മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? സുഖങ്ങൾക്ക് പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ് അല്ലെ? നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ?
ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെന്താണ് കിട്ടും തോറും വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടുക, അതിനുള്ള പരക്കം പാച്ചിലാണ്. പക്ഷേ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടി കഴിയുമ്പോഴും നമുക്ക് എന്നും ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല അല്ലേ? അപ്പോൾ ഇതൊക്കെ വിട്ടെറിഞ്ഞിട്ട് നമുക്കൊരു കാലത്ത് പോയേ മതിയാവുള്ളൂ. അപ്പോൾ ഇവിടെ മനുഷ്യനും അത് എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും സുഖങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വരികളിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ, പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്നാണ്. അപ്പൊ എന്താണ് അർത്ഥം? അടുത്ത വരികൾ എങ്ങനെയാണ്? പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം. അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണ് അല്ലേ? പുത്രർ, അതുപോലെ മിത്രം. മിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധു എന്നാണ് അർത്ഥം. പുത്ര, മിത്ര, പിന്നെന്താണ്? അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞ വാക്കിന് അവിടെ സ്വത്ത്, സമ്പത്ത് എന്നാണ്. കളത്രം, കളത്രം എന്താ? ഭാര്യ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതെല്ലാം നമ്മളെ ലൗകിക ജീവിതത്തിൽ ഉള്ളതാണ്. ലൗകിക ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പൊ പുത്ര, മിത്ര, അർത്ഥം, കളത്രാദി സംഗമം, ഇവരുടെ എല്ലാം കൂടിച്ചേരൽ എന്ന് പറയുന്നത് എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ എന്നാണ്. അപ്പൊ എന്താണ്? ഇതെല്ലാം തന്നെ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. ഇതൊന്നും എന്തെല്ലാം സ്ഥിരമല്ല, ഇതൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല ലക്ഷ്മണ. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും കിടന്ന് മത്സരിക്കുന്നത്? ഇതെല്ലാം മത്സരിച്ച് നേടിയിട്ട് എന്താണുള്ളത്? ഒന്നും നേടാനില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ലൗകിക സുഖങ്ങളും വിട്ടെറിഞ്ഞ് അല്ലെങ്കിൽ ഇട്ടിട്ട് പോയേ മതിയാകും. അടുത്ത എന്താണ്? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്നാണ്. അപ്പോൾ പാന്തർ എന്ന വാക്കിന് വഴിയാത്രക്കാർ എന്നാണ് അർത്ഥം. ഇവരെന്താ? വഴിയാത്രക്കാർ എങ്ങനെയാണ്? പല വഴികളിൽ നിന്ന് വരുന്നവരായിരിക്കും, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇവരെന്തിനാണ് വന്നു കൂടുന്നത്? പെരുവഴി അമ്പലം. പെരുവഴി അമ്പലം എന്ന് പറഞ്ഞാൽ സത്രം എന്നാണ് ഒറ്റ വാക്കിൽ അർത്ഥം പറയുക. അപ്പോൾ ഇവര് ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ തണലുള്ളടുത്ത് അവർ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ അതിനുശേഷം ഇവരെന്താ ചെയ്യുക? എല്ലാവരും കൂടെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലോ ചെയ്യാറുള്ളത്. പിന്നെ അവരെന്താ ചെയ്യുക? എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ ഇവർ ഒരുമിച്ച് കൂടിയതിന് ശേഷം പിന്നെ അവർ പല വഴിക്കായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞു പോകുക. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു. അപ്പൊ അവർ നാനാ ജാതി മതസ്ഥർ അതിനകത്തുണ്ടാകും. അപ്പൊ ഇവരെല്ലാവരും ഒരിക്കലും അവർ ബന്ധുക്കളല്ല, മിത്രങ്ങളും അല്ല, അവർ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. പക്ഷെ അവർ വിശ്രമവേള കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? അവരവിടെ വിട്ടു പോകും. അതുപോലെ ഇനി ഇത് പറയാൻ വേണ്ടി വേറൊരു ഉപമേയം അവിടെ വരുന്നുണ്ട്. എന്താണ്? നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്നാണ്. അപ്പോൾ ഇത് എന്തുപോലെയാണ്? നദിയിലൊഴുകുന്ന, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ. കാഷ്ടം എന്ന വാക്കിന് പൊങ്ങുതടി എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥമുണ്ട്, വിസർജനം എന്ന് വരും. നമുക്കിവിടെ അതല്ല എടുക്കേണ്ടത്, പൊങ്ങുതടി എന്നാണ്. അപ്പം നദിയിലൂടെ ഒഴുകുന്ന പൊങ്ങുതടി, അതായത് നദിയുടെ മുകളിലൂടെ ഒഴുക്കിനനുസരിച്ച് പോവുകയാണ് ഈ പൊങ്ങുതടി. എങ്ങനെ? എത്രയും ചഞ്ചലമാലയ സംഗമം. അപ്പോൾ നദി ഇങ്ങനെ ഭംഗിയായിട്ട് നദി ഒഴുകുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നദി ഒഴുകുന്ന എങ്ങനെ? വളരെ മനോഹരമാണല്ലേ കാണാനായിട്ട്. അതിൻ്റെ ആ ഒഴുക്കിനനുസരിച്ച് ഈ പൊങ്ങുതടി എങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും, അതെവിടെയും തടയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയാണ്, മനുഷ്യ സുഖങ്ങളെല്ലാം അങ്ങനെയാണ്. ഇത് പൊയ്ക്കൊണ്ടിരിക്കും, ഒരു സമയത്ത് ഇല്ലാതാവുകയും ചെയ്യും. എത്രയും ചഞ്ചലമാലയ സംഗമം എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആലയം, വീടെന്നാണ്. ആലയ സംഗമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം അല്ലേ? വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇരുന്ന് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ അനുജനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ആ സ്നേഹത്തോടു കൂടിയായിരിക്കും വീട്ടിൽ കഴിയുക അല്ലേ? ഇതെല്ലാം എക്കാലവും നിലനിൽക്കുന്നതല്ല എന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത വരികളിലേക്ക് പോകാം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കെന്നാണ്. ലക്ഷ്മി ഐശ്വര്യം എന്നാണ് അർത്ഥം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ, അസ്ഥിരം സ്ഥിരമല്ല. നമുക്ക് കിട്ടുന്ന ഐശ്വര്യങ്ങളെല്ലാം ഒരിക്കലും അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല, അത് നശ്വരമാണ്, ശാശ്വതമായിട്ടുള്ളതല്ല ലക്ഷ്മണ എന്നാണ് ശ്രീരാമൻ പറയുന്നത്. എന്നിട്ടോ നിൽക്കുമോ യൗവനവും പുനരദ്രുവം. യൗവനം എല്ലാ മനുഷ്യർക്കും ഉള്ള അവസ്ഥയാണ് യൗവനം എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്കറിയാലോ, അറിയാവുന്ന കാര്യമാണ് ഇതെന്താ? നമ്മളെല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ സ്റ്റേജസ് ഉണ്ട് ജീവിതത്തിൽ അല്ലേ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇത്തരം അവസ്ഥകളെല്ലാം
അഭിമുഖീകരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യൗവനം മാത്രം നിലനിൽക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? അതൊന്നും സാധ്യമല്ല അല്ലേ? അപ്പോൾ ഇതെല്ലാ അവസ്ഥകളും നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഐശ്വര്യം എന്ന് പറയുന്നതും ശാശ്വതമല്ല, അതുപോലെ തന്നെ യൗവനവും എന്ന് നിലനിൽക്കുന്നതല്ല എന്നാണ്. പുനരധ്രുവം, വീണ്ടും വീണ്ടും അത് നിലനിൽക്കുന്നതല്ല. പിന്നെന്താണ്? സ്വപ്ന സമാനം കളത്ര സുഖം. സ്വപ്നത്തിന് സമാനമായിട്ടുള്ളതാണ് കളത്ര സുഖം. കളത്രം മുകളിൽ വന്നിട്ടുണ്ട് വാക്ക്. കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ്. അപ്പോൾ ഭാര്യാസുഖം, അതായത് ലൗകിക ജീവിതത്തിൽ കിട്ടുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെല്ലാം തന്നെ നൃണ എന്ന വാക്കിന് എന്താ അർത്ഥം? നൃണ, മനുഷ്യർക്ക്. അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ഇതെല്ലാം തന്നെ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുക, വിചാരിക്കുക ലക്ഷ്മണ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, നമ്മുടെ പ്രപഞ്ചത്തിൽ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. ഈ വരികൾ വായിക്കുമ്പോൾ ഇതൊക്കെ എത്ര സത്യമാണ് എന്നുള്ള കാര്യം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അല്പമായുസ് നിരൂപിക്ക ലക്ഷ്മണ. പിന്നെന്താ? രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ എന്നാണ്. രാഗാതിസങ്കുലമായിട്ടുള്ള, ഏതൊക്കെയാണ് രാഗാദികൾ എന്ന് പറയുന്നത്? രാഗം, ദ്വേഷം, മതം, മാത്സര്യം, ലോഭം, ഇതൊക്കെയാണ് രാഗാദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം സങ്കുലമായിട്ടുള്ള, നിറഞ്ഞ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സംസാരമാകെ, സംസാരം എന്താ? ജീവിതം അല്ലെ? സംസാരമാകെ നിരൂപിക്കൽ, ചിന്തിച്ചാൽ, വിചാരിച്ചാൽ സ്വപ്നതുല്യത്തിന് സമമാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും സ്വപ്നം കാണാറില്ലേ? സ്വപ്നങ്ങളെല്ലാം കണ്ട് ഇതുപോലെയൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതമെങ്കിൽ പിന്നെ വളരെ രസകരമായിരുന്നു അല്ലേ? അല്ലേ? ഒരിക്കലും അല്ല. നമുക്ക് സ്വപ്നം കാണാം. സ്വപ്നം കാണാൻ എല്ലാവരും സ്വപ്നം കാണാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കാറില്ലേ? ചിലപ്പോഴൊക്കെ സങ്കടവും വരാറുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണന് പറയാണ്, ലക്ഷ്മണ ഇതെല്ലാം സ്വപ്നത്തിന് സമാനമാണ്. ഒരു സ്വപ്നം കാണുന്ന പ്രതീതിയിൽ ഇതെല്ലാം ഇല്ലാതാകുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോകാം. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോ അഹം ആഠ്യോ അഹം എന്ന ആമ്രേഡിതം കലർന്നീടും ദശാന്തരേ എന്നാണ്. അപ്പൊ നോക്കൂ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? ദേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ട്. ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം, നിമിത്തം, നിമിത്തം കാരണം, അഹംബുദ്ധി, അഹം ഞാൻ എന്ന ഭാവം. അഹംബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം, അഹംഭാവം. നമ്മൾ പറയാറില്ലേ എന്തൊരു അഹംഭാവമാണ്, എന്തൊരു അഹങ്കാരമാണ്. അതെന്താണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞാല്? ഞാൻ എന്ന ഭാവം വരുന്നതാണ് അഹങ്കാരം. അപ്പോ അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന്, മോഹം അല്ലെ, മോഹമില്ലാത്ത മനുഷ്യരില്ലല്ലോ, മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ജന്തുക്കൾ എന്താ ചിന്തിക്കുക, എന്താ വിചാരിക്കുക? ഇങ്ങനെ ദേഹമാണ് എല്ലാം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്താ പെട്ടെന്ന് വന്ന് ഭവിക്കുക? അവരിങ്ങനെ ദേഹമാണ് എല്ലാം എന്ന് ചിന്തിച്ചിട്ട് എങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. എന്തൊക്കെയാ? ബ്രാഹ്മണോഹം, അഹം ഞാൻ. ബ്രാഹ്മണോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ബ്രാഹ്മണനാണ്. കണ്ടോ? അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണർ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും മുന്നിൽ നിന്നവരായിരുന്നു അല്ലെ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അപ്പൊ അതില് ഞാൻ ബ്രാഹ്മണനാണ്. എന്നിട്ട് മാത്രമോ നരേന്ദ്രോഹം, നരേന്ദ്രൻ ആരാ? രാജാവ്, നരേന്ദ്രോഹം. ഇനി അടുത്തെന്താ? ആഠ്യോ അഹം. എന്താ ആഠ്യോ അഹം എന്ന് പറഞ്ഞാല്? ഉന്നത കുലത്തിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ ആഠ്യോ അഹം, ഞാൻ ഉന്നത കുലജാതനാണ്. ആമ്രേഡിതം കലർന്നിട്. ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ എന്താ സംഭവിക്കുക? മരണം വരുന്നു അല്ലെ? നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കാൻ പോകുന്നു. ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? സുഖത്തിന് വേണ്ടിയുള്ള, പണം സമ്പാദിക്കാനുള്ള പരക്കം പാച്ചിലാണല്ലേ? ഇതെല്ലാം സമ്പാദിച്ചിട്ട് വരുമ്പോഴത്തേന് എന്താ സംഭവിക്കുക? മനുഷ്യ ജീവിതം പെട്ടെന്നങ്ങ് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത്. അടുത്ത വരികളിലേക്ക് പോകാം. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ലാം, മണ്ണിന് കീഴായി കൃമികളായി പോകില്ലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്നാണ്. അപ്പൊ വീണ്ടും ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്? ഇങ്ങനെ എങ്ങനെ ചിന്തിച്ച് ശരീരമാണ് നാം അല്ലെ? നമ്മള് സ്കൂളിലൊക്കെ പോകാൻ സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കാറില്ലേ? എന്തിനാണ് നോക്കുന്നത്? നമ്മുടെ
ശാരീരികമായിട്ടുള്ള ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി അല്ലേ. അപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട്, ഞാൻ ആത്മാവാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്ക് ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, ഞാൻ ആത്മാവാണെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, അപ്പോൾ എന്താ ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്? ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ലാമെന്നാണ്. അപ്പോൾ ഈ ശരീരം ആണ് എല്ലാം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്താണ്? ജന്തുക്കൾ ഭക്ഷിച്ച്, ഈ ശരീരം ഇല്ലാതാവുമ്പോൾ, അതായത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെട്ടു പോകുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുക. ശരീരം മാത്രം, അപ്പോൾ ദേഹവും ദേഹിയാണ്. ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം എന്നാണ്. ദേഹി എന്താണ്? ആത്മാവാണ്. അപ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല. ജന്തുക്കൾ എന്താ ചെയ്യുന്നത്? ഈ ശരീരത്തെ, അതായത് ജീവൻ പോയ ജീവനറ്റ ആ ശരീരം, ചേതനയേറ്റ ആ ശരീരത്തിൽ നിന്നുള്ള ശരീരം ജീർണിക്കുമ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകും. അത് ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് പോകാം. പിന്നെ എന്താ? വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടില്ലാമെന്നാണ്. വെന്ത് വെണ്ണീറാകുക. എന്താ വെണ്ണീർ എന്ന വാക്കിനർത്ഥം? ചാമ്പൽ എന്നാണ്, ചാരം എന്നാണ്. അതിനെങ്ങനെ പിരിച്ചു പറയും? വെണ്ണീർ. അത് ബോർഡ് എക്സാമിനൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വെൺ പ്ലസ് നീറാണ് വെണ്ണീർ. അങ്ങനെ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ്റെ പാനൽ ചോദിക്കുന്ന മാർക്ക് ഇങ്ങനെയാണ്: ഒരു 1 മാർക്ക്, 2 മാർക്ക്, അതുപോലെ തന്നെ 4 മാർക്ക്, 6 മാർക്ക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ 1 മാർക്കിന് ഇത് ചോദിക്കാം. വെണ്ണീർ പിരിച്ചെഴുതാൻ ചോദിക്കാവുന്നതാണ്. എന്താണ്? എങ്ങനെയാണ് പിരിക്കുന്നത്? വെൺ പ്ലസ് നീർ, വെണ്ണീർ. അപ്പോൾ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എന്താ ശരി? നമ്മുടെ ഈ ജീവൻ പോയ ശരീരം എന്ന് പറയണത് ദഹിപ്പിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ചാമ്പലായി മാറുമല്ലേ. ഇനി അത് എത്ര പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ അതിനെ അടക്കം ചെയ്യപ്പെടും ആ ശരീരം, അല്ലെങ്കിൽ എന്താ? ദഹിപ്പിക്കും അല്ലേ. ദഹിപ്പിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് വെണ്ണീറായി തീർന്നു എന്ന് അല്ലേ. പിന്നെന്താകാം? മണ്ണിന് കീഴായി കൃമികളായി പോയിടില്ലാം അല്ലെ. മണ്ണിനടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനെ കൃമികളായി മാറുകയാണ് ചെയ്യുന്നത്. കൃമികൾക്ക് ആഹാരമായി മാറുകയാണ് ആ ശരീരം. അങ്ങനെയുള്ള നമ്മുടെ ഈ ദേഹത്തെ ഓർത്തിട്ട് ലക്ഷ്മണ എന്താ? നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്നാണ്. നമ്മുടെ ശരീരം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ ദേഹത്തെ ഓർത്തിട്ട് നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നതെന്നാണ് ശ്രീരാമ ലക്ഷ്മണനോട് പറയുന്നത്. നിമിത്തം മഹാമോഹം. അപ്പോൾ ശരീരമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും യോജിച്ചതല്ല, നന്നല്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അടുത്ത വരികളിലേക്ക് പോകാം നമുക്ക്. ത്വക്മാംസ രക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. എന്താണ്? ത്വക്മാംസം. ത്വക്ക് എന്ന് പറഞ്ഞ ത്വക്കെന്നാണ്. ത്വക്ക് തൊലി അല്ലെ. തൊലി, മാംസം, രക്തം, അസ്ഥി, പിന്നെ മലം, മൂത്രം, രേതസ്. രേതസ് ബീജം എന്നാണ് അർത്ഥം. ഇവയെല്ലാം കൂടി ചേർന്ന് ഇവയാൽ സമ്മേളിതമാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം പിന്നെ എന്തുകൊണ്ടൊക്കെയാണ്? പഞ്ചഭൂതക നിർമ്മിതം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതവുമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, രേതസ് ഇവ കൂടാതെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതവുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്? ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, ഇവയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതവുമാണ്. പിന്നെന്താണ്? മായാമയങ്ങൾക്ക്, സർവ്വവിധമായ മായകൾക്ക് മായാമയമായി പരിണാമിയായ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതുമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ടോ കായം വികാരിയായുള്ള ധ്രുവം എന്നാണ്. അപ്പോൾ കായം എന്ന വാക്കിന് കായം 2 അർത്ഥം വരും. ഒന്ന് കായം ശരീരം എന്നാണ്. പിന്നെ നമ്മൾക്കൊക്കെ അറിയാവുന്ന മറ്റൊരു കായമുണ്ട്. ഏതാണ്? നമ്മൾ സാമ്പാറിലൊക്കെ ഇട്ട് കൂട്ടുന്ന ഒരു കായം ഇല്ലേ, അത് വേറെ അർത്ഥമാണ്. അപ്പോൾ ഇവിടെ കായം ശരീരം എന്നാണ് അർത്ഥം. അപ്പോൾ മായാമയമായിട്ടുള്ളതാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇനി എന്താ? ദേഹാഭിമാന നിമിത്തമായി ഉണ്ടായ. അപ്പോൾ ലക്ഷ്മണന്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ശരീരമാണ് നാം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ദേഹാഭിമാന നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ. അപ്പൊ അങ്ങനെ ഉണ്ടായ ചിന്തകളാണ് ഈ ലോകത്തെ പോലും ദഹിപ്പിക്കണമെന്ന്, ഇല്ലാതാക്കണമെന്ന് മനസ്സിലുണ്ടാകാൻ കാരണം. അപ്പൊ ഒരു കാര്യം നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ശരീരമല്ല നാം, ആത്മാവാണ്. അത് തുടർന്ന് വരുന്ന വരികളിൽ മനസ്സിലാവും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ.
എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ. അപ്പൊ ഇത്തരം കാര്യങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരമാണ് നാം എന്ന് ചിന്തിച്ചാൽ ആണ് നമുക്ക് ഇത്തരം ക്രോധമൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു കയറുന്നത് എന്നാണ്. അത് ലോകത്തെ പോലും ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് എന്നാണ്. മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ. മാനസതാര് എന്താ മാനസതാര് എന്ന് പറഞ്ഞാല് മനസ്സിനെ ഒരു പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. മാനസമാകുന്ന താര്. അപ്പൊ ചോദിക്കാം, വിഗ്രഹിച്ചെഴുതാനൊക്കെ ചോദിക്കാം. എന്താ വിഗ്രഹിച്ചെഴുതാൻ ചോദിക്കുന്ന വാക്ക്? ഇപ്പൊ മാനസതാര് എന്ന് തന്നിട്ട് വിഗ്രഹിച്ചെഴുതുക. എന്താണ് വിഗ്രഹിച്ചെഴുതുക എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന വാക്കിനെ അർത്ഥം വിശദീകരിച്ച് എഴുതുന്നതാണ് വിഗ്രഹിച്ചെഴുതുക. ചില കുട്ടികൾക്കൊക്കെ പിരിച്ചെഴുതാനും വിഗ്രഹിച്ചെഴുതാനും ഒക്കെ ചോദിക്കുമ്പോൾ തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ മക്കളമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് എഴുതുക എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന വാക്കിനെ ആ വാക്കിന്റെ അർത്ഥം ആശയം വരത്തക്ക വിധത്തിൽ വിശദീകരിക്കുന്നതാണ്. അപ്പൊ മാനസതാര് എന്താണ്? മാനസമാകുന്ന താര്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാര് നിരൂപിച്ചതും തവ. എന്താണ്? നിന്റെ. അതുകൊണ്ടൊക്കെയാണ് ലക്ഷ്മണ നീ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതെന്നാണ്. എന്നിട്ടോ അടുത്ത വളരെ പ്രധാനപ്പെട്ട വരികളാണ്. ജ്ഞാനമില്ലായകന്നറിക നീ ലക്ഷ്മണ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അറിവില്ലായ്മയാണ്. അറിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ചിന്താഗതികള് ലക്ഷ്മണന്റെ മനസ്സിൽ വന്നത് എന്നാണ്. ജ്ഞാനമില്ലായകന്നറിക നീ ലക്ഷ്മണ. പിന്നെന്താ? ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം. ഈ ദോഷങ്ങളൊക്കെ വന്നു കയറുന്നത് എന്തുകൊണ്ടാണ്? ഈ ദേഹം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ദേഹം എന്ന ആ ഒരു ഭാവം, നമ്മുടെ ശരീരമാണ് നാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ചിന്താഗതികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. രോഷത്താൽ വന്നു ഭവിക്കുന്നതാണിതെന്ന് ചിന്തിക്കുക. അപ്പൊ രോഷം, ദേഷ്യം എന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, മനുഷ്യബന്ധങ്ങളെയൊക്കെ ബന്ധനത്തിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അമിതമായിട്ട് ദേഷ്യം വരാൻ പാടില്ല എന്നാണ്. നമ്മൾ കൂടുതൽ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? നിയന്ത്രിച്ചു പോകണമെന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യം അമിതമായാലോ നമുക്കുള്ള ബന്ധങ്ങളൊക്കെ എന്താകും? ശിഥിലമാകും. ഇനി അടുത്തെന്താണ്? ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിന രോഷേണ വന്ന് ഭവിക്കുന്നതോർക്ക നീ. ദേഹോ അഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക്. ദേഹോഹം എങ്ങനെ പറയുന്നത്? ദേഹം പ്ലസ് അഹമാണ്. അഹം എന്ന വാക്കിന് ഞാൻ എന്നാണ്. അപ്പോൾ അഹം ഞാൻ ആണ് ദേഹം എന്ന് ചിന്തിക്കുമ്പോൾ എന്താ? ആ ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. മോഹമാതാവ് എന്താണ്? അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യയില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. അപ്പോൾ അറിവില്ലായ്മ എന്ന അവസ്ഥ നമുക്കുള്ളത് കൊണ്ടാണ് ശരീരമാണ് നാം എന്ന് ചിന്തിക്കുന്നത്. അത് നമ്മളെ മോഹമുള്ളത് കൊണ്ടാണ്, നമുക്ക് മോഹമുള്ളത് കൊണ്ടാണ് അത്തരം ചിന്താഗതികൾ വരുന്നത്. അപ്പൊ മോഹമാതാവാം അവിദ്യയാകുന്നതും. അപ്പോൾ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പഠിക്കണം ആ കാര്യം. അവിദ്യ എന്താണ്? എന്താ അവിദ്യ എന്ന് പറയുന്നത്? ശരീരമാണ് നാം എന്ന് ചിന്തിക്കുന്നതാണ് അവിദ്യ. ഇനി അടുത്ത എന്താണ്? ദേഹമല്ല ഓർക്കിൽ ഞാനായത് ആത്മാവെന്ന്. അപ്പോ ശരീരമല്ല, ഞാൻ ആരാണ്? ആത്മാവാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്തുണ്ടാകില്ല? ആത്മാവെന്ന് മോഹൈഹ ഹന്ത്രിയായുള്ളതും, മോഹത്തെ നശിപ്പിക്കുന്ന. മോഹൈഹ ഹന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? മോഹത്തെ ഇല്ലാതാക്കുന്നത്. എന്ത്? വിദ്യകൾ. വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, നമ്മളെ തിരിച്ചറിവ്, നമുക്കുള്ള അറിവ്. അപ്പോൾ അറിവില്ലാത്തവർ ശരീരമാണ് എല്ലാം എന്ന് ചിന്തിക്കും. ജീവിതത്തിൽ എല്ലാമാണ് ശരീരം എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ളവർ എങ്ങനെയുള്ളവരാണ്? അറിവില്ലാത്തവരാണ്, അറിവ് കുറഞ്ഞിട്ടുള്ളവരാണ്. പക്ഷെ അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത് എന്താണ്? വിദ്യ. എഴുത്തച്ഛൻ പറയുന്നത് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ വിദ്യ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത പറയുന്നുണ്ട് മോഹൈഹ ഹന്ത്രിയായുള്ളത് വിദ്യകൾ. അപ്പൊ അവിദ്യയും വിദ്യയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? അവിദ്യ എന്ന് പറയുന്നത് എന്താ? നാം ശരീരമാണെന്ന് ചിന്തിക്കുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ആത്മാവാണെന്ന് ചിന്തിക്കുന്നത് വിദ്യയുമാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം? തീർച്ചയായിട്ടും ആ വ്യത്യാസം മനസ്സിലാക്കുക. അടുത്ത ഭാഗത്തേക്ക് പോകാം. സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. അപ്പൊ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്
എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്കത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടെന്നാണ്. എഴുത്തച്ഛൻ പോലും ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ എന്ത് വേണം? നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെ എന്തും വേണം? ആ കാര്യങ്ങളെ വിവേചിച്ച് അറിയാൻ, അല്ലെങ്കിൽ ശരി ഏത് തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് ഉണ്ടായിരിക്കണം എല്ലാ പേരിലും കേട്ടോ. അപ്പോൾ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. അപ്പൊ ആദ്യത്തെ അവിദ്യയും രണ്ടാമത്തെ വിദ്യയും. ഇനി അടുത്ത നോക്കാം. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ, മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ്. അപ്പൊ മോക്ഷാർത്ഥി, മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാകണം. ചേതസ് മനസ്സ്. നമുക്ക് എന്താണ്? വിദ്യാഭ്യാസമുള്ളവര് എന്താണ്? അവർ കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നു അല്ലെ. വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. പിന്നെന്താ? തത്ര കാമക്രോധ ലോഭ മോഹാദികൾ. അപ്പോൾ മാത്രമല്ല എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം. ഇത് നേരത്തെ തന്നെ ഞാൻ വിശദീകരിച്ചതാണ്. കാമം, ക്രോധം, ലോഭം, മോഹം. ഇതില് കാമം, ക്രോധം നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞു. ലോഭം എന്ന വാക്കിന് അത്യാഗ്രഹം എന്ന് പറയാം. മോഹം എല്ലാവർക്കും ഉള്ളതാണ് ഈ അവസ്ഥകളെല്ലാം. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ മനുഷ്യ ശരീരമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇത്തരം അവസ്ഥകളെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം അതൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അതായത് നമുക്ക് ദേഷ്യം കൂടുമ്പോഴത്തേനും ഇത്തരം വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോഴും ഒക്കെ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടും കേട്ടോ. അപ്പോൾ അത്തരം ചിന്താഗതികളൊക്കെ അമിതമായി പോകരുത്. പിന്നെ ഇവയൊക്കെ ശത്രുക്കളാകുന്നു എന്നറിയുക നീ. ഇതെല്ലാം ശത്രുക്കളാണ് ലക്ഷ്മണ എന്ന് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ള ഒന്നതിൽ ക്രോധമറികടം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നുവെങ്കിലും മുക്തി മോക്ഷം ലഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് വിഘ്നം, തടസ്സം വരുത്തുന്നത് എന്താണ്? അതിന് ശക്തിയായിട്ടുള്ള എന്താണ്? ക്രോധമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം പറയുന്നുവെങ്കിലും കാമം, ക്രോധം, ലോഭം, മോഹം, മതമത്സരങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് മോക്ഷം ലഭിക്കാതിരിക്കാൻ ഏറ്റവും കാരണക്കാരനായിട്ടുള്ളത് എന്താണ്? ക്രോധം എന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മളെല്ലാം എന്ത് ചെയ്യണം? അമിതമായ ക്രോധം ഉണ്ടാക്കരുത്. ക്രോധം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ശാന്തമാകാനും കൂടി ശീലിക്കണം. ആത്മസംയമനം പാലിക്കേണ്ടടുത്ത് ആത്മസംയമനം പാലിക്കണം എന്നും കൂടിയുള്ള ഒരു ഉപദേശം കൂടിയാണിത്. എന്നിട്ടോ ശക്തിയുള്ള എന്നതിൽ ക്രോധം അറിയടോ. അടുത്ത എന്താ? മാതാ പിതൃ ഭ്രാതൃമിത്ര സഖികളെ. മാതാവ്, പിതാവ്, ഭ്രാതാവ് സഹോദരൻ, മിത്ര ബന്ധുക്കൾ, സഖികൾ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാര്. ഇവരെയൊക്കെ ക്രോധം നിമിത്തം ഹനിക്കുന്നിത് പൂമാൻ. എന്താ ക്രോധം? ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ ദേഷ്യം അമിതമാകുമ്പോൾ എന്താ സംഭവിക്കുക? ഹനിക്കുന്നു, ഇല്ലാതാകുന്നു. പൂമാൻ എന്താ? മനുഷ്യൻ. അപ്പൊ നമുക്കറിയാലേ ക്രോധം വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ, മീഡിയകളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? മനുഷ്യ ബന്ധങ്ങളെ പോലും ഇല്ലാതാക്കുന്ന, അല്ലെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ മക്കൾ, അച്ഛൻ, അമ്മ, ഇവയുടെ ഈ ഒരു സ്നേഹബന്ധത്തിനൊന്നും ഒരു വിലയില്ലാത്ത ഒരു കാലത്തിലൂടെ പോവുകയാണ് നമ്മള്. അപ്പോൾ അതെന്താ? അത്തരം അവസ്ഥകൾക്ക് വിധേയമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്രോധം എന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ക്രോധം അധികമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബന്ധങ്ങൾ എന്താ സംഭവിക്കുക? ബന്ധങ്ങൾ ശിഥിലമായി പോകും. ഒരിക്കലും അത് ദൃഢമാകത്തില്ല. അപ്പൊ എന്ത് നമ്മൾ കുറയ്ക്കണം? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമുക്ക് അമിതമായ ക്രോധം ഉണ്ടാകരുത്. അപ്പോൾ ആ ശ്രീരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും കൂടിയുള്ള ഉപദേശമാണ്. എന്നിട്ട് അടുത്ത എന്താ? ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പൂമാൻ. ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും. എന്താ മനസ്താപം എന്ന് പറഞ്ഞാല് ദുഃഖം ഉണ്ടാകും. പിന്നെ ക്രോധം മൂലം നൃണാം സംസാര ബന്ധനം. അപ്പോ ക്രോധം മൂലം പിന്നെന്തും ഉണ്ടാകും? സംസാര ബന്ധനം തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ലൗകിക ബന്ധങ്ങൾ അത് ഇല്ലാതാകും. ലൗകിക ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കാനും ഈ ക്രോധത്തിന് കഴിയുമെന്നാണ്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തോടു കൂടി കഴിയണം, സ്നേഹബന്ധിതമായിട്ട് കഴിയണം. അപ്പൊ ലക്ഷ്മണനോട് പറയുന്നെങ്കിലും നമ്മളും ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും പ്രായോഗികമാക്കണം. യെസ്. എന്നിട്ടോ ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നാണ്. ക്രോധമല്ലോ നിജധർമ്മക്ഷയം. നമ്മുടെ ജീവിതത്തിലെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത് പോലും എന്താണ്?
ക്രോധമെന്ന ആ ഒരു വികാരമാണ്. എന്നിട്ടോ ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം എന്നാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധജനം എന്ന വാക്കിന് എന്താ അർത്ഥം? അറിവുള്ളവർ. അറിവുള്ളവർ എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ഗൗരവത്തോടെ കാര്യങ്ങൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? ക്രോധത്തെ പരിത്യജിക്കണം. പരിത്യജിക്കുക എന്ന വാക്കിന് എന്താ അർത്ഥം? ഉപേക്ഷിക്കണം എന്നാണ്. അപ്പോൾ ബുദ്ധജനം എന്നാൽ അറിവുള്ളവർ. അപ്പോൾ അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? എപ്പോഴും ക്രോധം എന്ന അവസ്ഥയെ ഉപേക്ഷിക്കണം എന്നാണ്. ക്രോധം ഉപേക്ഷിച്ചാൽ നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ, എല്ലാവരോടും സ്നേഹത്തോടെ, ഒരു ശത്രുവാണ് നമ്മുടെ മുന്നിൽ കണ്ടാലും അവരെ ചിരിക്കുന്ന മുഖത്തോടെ അഭിമുഖീകരിച്ചാൽ, അല്ലെങ്കിൽ അവരെ നോക്കി നമ്മൾ തിരിച്ചൊന്ന് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിയോടെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ക്രോധം തന്നെ പെട്ടെന്ന് ഇല്ലാതാവുമല്ലേ. നമ്മളൊരു മസിൽ പിടുത്തോ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അറിവുള്ളവർ എന്ത് ചെയ്യണം? ഒരിക്കലും ക്രോധത്തെ വളർത്താൻ പാടില്ല എന്നാണ് ശ്രീരാമൻ ആർക്ക് ഉപദേശം കൊടുക്കുന്ന? ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർഷഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ ആമുഖം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഭാരതീയ സംസ്കാരം എങ്ങനെയൊക്കെ ഉള്ളതാണ്, എന്തിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകളും ഒക്കെ തന്നെ, വേദങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് അടിത്തറ പാകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ തന്നെ ഈ ലക്ഷ്മണ സാന്ത്വനം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ശരിക്ക് പത്രം വായിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകും. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും നമ്മുടെ രാമായണം, അതുപോലെ തന്നെ മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ കാവ്യങ്ങൾ, പ്രത്യേകിച്ച് രാമായണ കാവ്യം വായിച്ച് നമ്മുടെ മനസ്സിന് മുക്തിയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തുടർന്ന് വരുന്ന ജീവിതത്തിലൊക്കെ നമുക്ക് നല്ലത് ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നല്ല മനസ്സിന്, നല്ല തെളിഞ്ഞ മനസ്സിനൊക്കെ വേണ്ടി രാമായണ വായന വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പാഠത്തിൻ്റെ വിശദീകരണം ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ എക്സർസൈസ് പേജ്, അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത്, ടീച്ചർക്ക് നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ 4 മാർക്ക് ക്വസ്റ്റ്യൻ, അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ 4 മാർക്കിനാണ് ചോദിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുപോലെ 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പാഠത്തിനകത്തുനിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുക. ഈ ടെസ്റ്റ് ഈ വർഷം കൂടിയേ ഉള്ളൂ. ഈ സിലബസ് ഇവിടെ തീരുകയാണ്, ഈ വർഷം തീരുകയാണ്. അടുത്ത വർഷം പുതിയ സിലബസാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പാഠം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സർസൈസ് പേജിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ സ്വയം എഴുതാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ എഴുതാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.